അമ്മയല്ലാതെ ഇവിടെ വേറെ വല്ലവരും ഉണ്ടോ അമ്മേ? ഞാനും അമ്മയും മാത്രല്ലേ ഇവിടെ ഉള്ളൂ എപ്പോഴും. കണ്ടവന്മാരൊക്കെ ഈ സദാനന്ദ മന്ദിരത്തിലല്ലേ വന്നിരിക്കുന്നത്? ഇങ്ങനെ എപ്പോഴും വരുന്നത് നമ്മൾ കാണുന്നില്ലയോ? കണ്ടവന്മാരെല്ലാം കയറ്റി വെച്ചിരിക്കുന്നത്. ഈ കുട്ടച്ചൻ എന്ന് പറയുന്നവൻ മാസ്ക് വെച്ച് അവന്റെ വീട്ടിലല്ലേ ഇരിക്കുന്നത്? ഇത് നമ്മുടെ അടുക്കളയിലല്ലേ ഞാൻ എപ്പോഴും രാവിലെ അമ്മയ്ക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കുന്നത്? നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയല്ലേ ആഹാരം ഉണ്ടാക്കുന്നത്? അമ്മേ കണ്ടവന്മാരൊന്നും ഇവിടെ ഒന്നും വരുന്നേ ഇല്ലല്ലോ, അമ്മയ്ക്കറിയാലോ. മുക്കും 20-ാം തീയതി അല്ലേ വരുന്നത്? മുക്കുമല്ലാതെ വേറെ ആരും ഇവിടെ ഒന്നും വരത്തില്ലല്ലോ. അല്ല ഞാൻ പറയുക, എന്ന് വന്നാലും 18-ഓ 20-ഓ എന്നാന്ന് അറിയത്തില്ല എന്തായാലും കറക്റ്റ്. മുക്കുമല്ലയോ എന്റെ ആളല്ലാതെ വേറെ വല്ലവരും വന്നോ അമ്മേ? ഇവിടെ ഒന്നും മുക്കുമല്ലാതെ വേറെ വല്ല ആണെങ്കിലും വന്നിട്ടുണ്ടോ അമ്മേ? മന്ദിരത്തിലെ വല്ലവന്മാരും വല്ലവരും വല്ല ഈ പത്മജൻ എന്നൊക്കെ പറയുന്ന വല്ലവല്ലോ ആണോ? ഇവൻ രാത്രിയിലെങ്ങാനും ഇവിടെ കാണാൻ വരുന്നുണ്ടോ അമ്മേ ഈ കള്ളൻ? ഞാൻ രാത്രിയിലെങ്ങാനും പോകുന്നുണ്ടോ വല്ലടോ? അല്ല ഞാൻ ഇവിടെ കഥകളൊക്കെ എങ്ങനാ അമ്മ കാണുന്നില്ലേ? നമ്മളവിടെ ഞാനവിടെ കിടന്നു അമ്മ ക്യാമറയുടെ മുന്നിൽ നമ്മുടെ 3 ക്യാമറ അല്ലേ ഇവിടെ ഉള്ളത്? വെളിയിലോട്ടുള്ള ക്യാമറ, നമ്മുടെ ഹാളിലോട്ടുള്ള ക്യാമറ, നമ്മുടെ ഈ അടുക്കള കാണുന്നവരുടെ ക്യാമറ അല്ലേ അമ്മേ? ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ ഇവിടെ. ഇവന്മാർ ഒത്തിരി കള്ളക്കഥകൾ ഉണ്ടാക്കുന്നത്. എന്താ കഥയാണെന്നറിയത്തില്ല ഇവന്മാർക്ക്. കഥകളാ, കുറേ കള്ളക്കഥകളുമായിട്ട് നടക്കുക. ഞങ്ങളുടെ കയറി ഭരിക്കാൻ വരിക. എന്തുവാ കള്ളൻ, ഒരു കള്ളനുണ്ട്, ഒരു സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നൊരു പന്നക്കള്ളൻ. അവനങ്ങ് ഞങ്ങളെ ഭരിക്കണം. അവനങ്ങ് എന്തോ മാസ്കൊക്കെ വെച്ചങ്ങ് അഭിനയിച്ചങ്ങ് ഇരിക്കുക, പെണ്ണും പിള്ളേ അവനും കൂടെ അവൻ്റെ വീട്ടിൽ. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഇട്ടിട്ടുണ്ട് അവനിങ്ങനെ മാസ്കൊക്കെ താടിക്ക് വെച്ച് ഇരിക്കുന്ന, സർവ്വസമയം മാസ്കും എല്ലാം വെച്ചങ്ങ് ഇരിപ്പാ. എനിക്ക് കണ്ടടോ ഒന്നും നിരങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ, ഇതാ ഞങ്ങളുടെ വീട്. ഞാനും എൻ്റെ അമ്മയും. ഇപ്പോൾ സമയം 6:32. ഞാനും എൻ്റെ അമ്മയോടുള്ളൂ. ഇന്ന് മെയ് 6. അല്ലാതെ കണ്ടവരൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല. ഇത് എൻ്റെ വീടാണ്, എൻ്റെ ഷെയറാണ്. ഇത് എൻ്റെ അച്ഛന് 83-84 ഷെയർ കിട്ടിയതാണ്. അത് കഴിഞ്ഞ് 2018 പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഉള്ള സ്വത്ത് ഷെയർ ചെയ്തത്. അങ്ങനെ ഈ മോലകെട്ടിയിലുള്ള സ്ഥലങ്ങൾ എനിക്ക് തെക്കേക്കര വില്ലേജിലും ഇവിടെ ഫർണിക്കാവ് വില്ലേജിലുമായിട്ടുള്ള 146 സെൻറ്റ് സ്ഥലം എൻ്റെ പേരിലുണ്ട് ഇപ്പം. പിന്നെ പ്രീതായസ് പണിക്കറിന് പന്തളത്തുമുണ്ട്. ഇതാണ്. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അവകാശങ്ങളും ഇല്ല. നമ്മളവിടെ ഇതിനൊന്നും പോകാറേ ഇല്ല. അപ്പോൾ ഇങ്ങോട്ടും വരേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ കാര്യം നോക്കി ജീവിക്കണം ഞാനും എൻ്റെ അമ്മയും. ഓക്കെ, ഇവിടെ ഇങ്ങനെ നടക്കുക കുറേ അവന്മാരും കഥയുണ്ടാക്കണം. ഞങ്ങളെ വെച്ച് വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക. സാമൂഹ്യ വിരുദ്ധർ കുറേ അവന്മാരെ വെച്ചോ കയറ്റിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ എടുക്കുന്നുണ്ട്. അവന്മാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ജോലിയൊന്നും